അല്ല പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെന്റെ അടുത്ത് നിന്ന് 22.5 ലക്ഷം റുപ്യ വാങ്ങി. DC പ്രസിഡന്റ് അന്ന് വിൻസെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെന്ന്. KPCC വന്നിട്ടുണ്ടല്ലോ പൈസ അറിഞ്ഞപ്പോ എന്നാ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കുക, ഞങ്ങളാരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി. ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണല്ലോ. അങ്ങനെ ഞാൻ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടുന്നാ കയറണ്ടേ ചോദിച്ചപ്പോ ആ ചേച്ചി അവിടെ വന്നാ മതി, എവിടെ സ്റ്റേജിൽ വണ്ടിയിലൊന്നും. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറും കേട്ടോ. ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടെ വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അറിയാം. അല്ലെങ്കിൽ ഞാൻ അവിടെ റോട്ടിൽ ഇറങ്ങി നിന്നേനെ എൻ്റെ സ്വഭാവത്തിന്. പക്ഷെ എന്നിട്ട് പിറ്റേ ദിവസം മനോരമ തന്നെ എഴുതിയല്ലോ പത്മജ ഔട്ട് പ്രതാപൻ ഇന്ന്, ഞാനല്ല എഴുതിയത്. ആ ഒരു അതില്ലെങ്കിൽ 22 ലക്ഷം രൂപ മേടിച്ചിട്ട് ചേച്ചിയെ വണ്ടിയിൽ പോലും കയറ്റിയില്ല. അതൊക്കെ അവരോട് ചോദിക്കണം. നമുക്ക് ആക്ഷേപമുണ്ടോ ആ പൈസ അവര് വേറെ എന്തെങ്കിലും വക മാറ്റിയെന്നൊരു? തീർച്ചയായിട്ടും അതൊന്നും. കാരണം KPCC ഫണ്ട് കൊടുത്തു ഞാൻ പിന്നെ അറിയണത്. അവിടെ 10 12 എന്തോ കൊടുത്തു. എത്ര ചെലവായി? അതൊക്കെ അവരോട് ചോദിക്കണം. ഇവരൊക്കെ നല്ലോണം എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ കെ സുധാകരന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോണിയാഗാന്ധിക്ക് ലെറ്റർ അയച്ചിരുന്നു, രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു. കാണാൻ പോയി, കാണാൻ പറ്റിയില്ല. സുധാകരേട്ടന്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരുടെ അടുത്തും. പ്രതികരണം അങ്ങനെയായിരുന്നു. സുധാകരേട്ടൻ മാത്രമാണ് എന്നോട് ഇത്തിരി ആത്മാർത്ഥമായിട്ട് പെരുമാറിയിരുന്നത് ഇത്രയും കാലം. കാരണം എന്നെ സ്വന്തം ഒരു അനിയത്തിരമാരിയുള്ള സ്നേഹമായിരുന്നു സുധാകരേട്ടനെ വിട്ടു വന്നപ്പോൾ മാത്രമാണ് എന്റെ മനസ്സൊന്നും ആടിയത്. വേറെ ആരുടെ അടുത്തും എനിക്ക് ഒന്നുമില്ല. അപ്പൊ സത്യം പറഞ്ഞാല് മുരളീധരന്റെ ഏട്ടനായിട്ട് ഇഷ്ടമാണ്. ഈ കഴിഞ്ഞ ദിവസം പത്മജയുടെ നിലപാടെന്നും ശരിയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എടുത്ത ഈ രാഷ്ട്രീയ നിലപാടിനൊപ്പം സഹോദരനും നാളുകളിൽ വരും എന്ന് വിചാരിക്കുന്നുണ്ട്. സഹോദരൻ മാത്രല്ല പലരും വരും. സഹോദരനും വരും. അതൊന്നും എനിക്കറിയില്ല. ആള് പറഞ്ഞ മാതിരി ആളുടെ മനസ്സ് മാത്രം കൂടെ ഇത്ര കാലം ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായി. ആള് 3 പാർട്ടി പോയ ആളാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ മാറി ചിന്തിക്കേണ്ടി വരും. ആൾക്ക് അതിനൊന്നും ബുദ്ധിമുട്ടും മടിയൊന്നും ഇല്ലാത്ത ആളാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും. പാർട്ടി പറഞ്ഞിറങ്ങും. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങും. പുതിയ ബന്ധുക്കൾക്ക് തുറന്നു കൊടുത്തേക്കാണോ? ആര്? ഞാനോ? അല്ല, ഞാൻ എന്റെ വീടല്ല. ശരിക്കും അച്ഛൻ എനിക്ക് തന്ന വീടാണത്. അപ്പൊ എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഈ വീട് വിൽക്കാൻ പോകുന്നില്ല. അപ്പൊ പകുതി മുരളിയേട്ടന്റെ പേരിലും കിടന്നോട്ടെ, പകുതി എന്റെ പേരിലുമാണ്. ഈ കഴിഞ്ഞ ദിവസം അതെ അതെ. കാരണം ഞാൻ വിചാരിച്ചു മുരളിയേട്ടന് തൊഴാൻ വരുമ്പോ ഒരു വേറെ ഇതിലേക്ക് കയറി വന്നു തോന്നണ്ട. എന്നും അനിയത്തി എന്നുള്ള നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഈ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞു ഒരു BJP-ക്കാരുടെ ജൽപ്പനങ്ങൾക്ക് മറുപടി ഇല്ലാന്ന്. അതിനെന്താണ് തിരിച്ചു പറയാനുള്ളത്? എനിക്കൊന്നും പറയില്ല. എന്റെ ചേട്ടനെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ. നാളെ ഇപ്പൊ വേഗം മാറ്റി പറഞ്ഞോളും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയാൽ കൂടുതൽ വോട്ട് കിട്ടും, അവരിറങ്ങണമെന്നാണ് കരുണാകരന്റെ പഴയ ശിഷ്യനോട് ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, മുരളീധരൻ പറയണത്. അതെ. പിന്നെന്തിനാ എന്നെ പേടിക്കണേ? എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്നെ അങ്ങ് വിട്ടേക്ക്. ഞാൻ എന്റെ വഴിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളാം. മുരളി മന്ദിരം BJP പ്രവർത്തകർക്ക് തുറന്നു കൊടുക്കുന്നു. എന്നെ കാണാൻ വരുന്ന ആർക്കും തുറന്നു കൊടുക്കും. പണ്ടും ഇവിടെ എല്ലാവരും വരാറുണ്ട്. എനിക്ക് അങ്ങനെ ജാതി മതം പാർട്ടി ഒന്നുമില്ലാത്ത ആളായിരുന്നു. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആൾക്കാർക്ക് വരാനും കൂടി ഉള്ളതല്ലേ ഇത്. കരുണാകരന്റെ ഒസ്യത്താർക്കാം. കരുണാകരന് സ്വത്ത് വല്ലതും ഉണ്ടായല്ലേ ഒസ്യത്തേക്കാൻ പറ്റില്ല. ലെഗസി ആകെ 2. അതൊക്കെ ആര് വേണമെങ്കിൽ തീരുമാനിക്കും. ജനങ്ങളാ, ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ എന്റെ അച്ഛനായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ അച്ഛന്റെ അധികാരം പിടിച്ചു പറ്റും. പിന്നെ എനിക്ക് ഒരു കാര്യം സമാധാനമുണ്ട്. മുരളിയേട്ടൻ 17 കൊല്ലം തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും ഞാനാണ് എന്റെ അച്ഛനെ അവസാനം വരെ പൊന്നുപോലെ നോക്കിയത്. അത് എവിടെ വേണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം. അവസാനത്തെ 8 മാസം വീട്ടിൽ കിടക്കാത്ത ആളാണ് ഇപ്പൊ മുരളിയേട്ടന് വേണ്ടി അവകാശം. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം